ഡോക്ടർ ഡോക്ടർ എന്തായിരിക്കും ഇത്രയും സമയം എടുക്കുന്നത്? അനിക്ക് ഇതുവരെ ഓക്കെ ആയില്ലേ? നോക്ക് ഡോക്ടർ, നിങ്ങളെ കൊണ്ട് പറ്റില്ലെങ്കിൽ പറയേ, വേറെ നല്ല ഡോക്ടേഴ്സിനെ വിളിച്ചോണ്ട് വാ. എനിക്ക് എന്റെ അരികെ തിരിച്ചു കിട്ടിയേ പറ്റുള്ളൂ. നോക്കൂ അമർ, എനിക്ക് നിങ്ങളുടെ സിറ്റുവേഷൻ നന്നായി മനസ്സിലാവുന്നുണ്ട്. ഞാൻ നിങ്ങളുടെ സഹോദരനോട് ഇതിന്റെ എല്ലാ വശങ്ങളും വിശദമായി പറഞ്ഞതാണ്. പക്ഷെ അയാൾ അതൊന്നും കാര്യമാക്കിയില്ല. നിങ്ങളെങ്കിലും കാര്യങ്ങൾ മനസ്സിലാക്ക്. എന്നെ എന്റെ ജോലി ചെയ്യാൻ അനുവദിക്കേ. നോക്ക് ഡോക്ടർ, നിങ്ങൾ എന്തൊക്കെ വേണമെങ്കിലും ചെയ്തോ, പക്ഷെ അനികയുടെ ജീവൻ ഒന്നും സംഭവിക്കാൻ പാടില്ല. നിങ്ങൾക്ക് എത്ര കാശ വേണ്ടത് അത് ഞാൻ ഇപ്പം തന്നെ തന്നേക്കാം. ഡോക്ടർ, അനികയുടെ കാര്യത്തിൽ എനിക്കും വിഷമമുണ്ട്. നിങ്ങളുടെ അനിയൻ അനുജ്, അയാൾ എന്നെ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തിയില്ലായിരുന്നെങ്കിൽ ഞാനത് ചെയ്യില്ലായിരുന്നു. ഈ കുട്ടിയുടെ ജീവൻ രക്ഷിക്കാനായിട്ട് ഇനി ഒരേ ഒരു മാർഗമേ ഉള്ളൂ. സംഭവം വലിയ റിസ്ക് ആണ്. മേ ബി സർവൈവ് ചെയ്യാൻ 1% ചാൻസേ ഉള്ളൂ. ഡോക്ടർ, ഞാനൊരു കാര്യം പറയട്ടെ. അനികയെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് 1% ചാൻസെങ്കിലും അവസാനമായിട്ടുണ്ടെങ്കിൽ ഞാൻ അതിനു വേണ്ടിയിട്ട് എന്ത് റിസ്ക് എടുക്കാനും തയ്യാറാണ് ഡോക്ടർ. ഞാൻ എന്താ ചെയ്യണ്ടേ? നമുക്ക് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ഒന്ന് ചെയ്തു നോക്കാം. ചിലപ്പോ കുട്ടിയുടെ ജീവൻ രക്ഷിക്കാൻ പറ്റിയേക്കും. അനികയെ നീ തൊട്ടു പോകരുത് പറഞ്ഞേക്കാം. ചേട്ടാ, അച്ഛൻ ഈ കാര്യം പറഞ്ഞ എന്ത് സംഭവിക്കുമെന്ന് അറിയാലോ. ഈ പെണ്ണിന് വേണ്ടിയാണോ ചേട്ടൻ അനുജിനെ തല്ലിയേ? ഇതിനൊക്കെ ഉത്തരം പറഞ്ഞേ പറ്റൂ. ചേട്ടന് ശരിക്കും ഈ പെണ്ണുമായിട്ട് എന്ത് ബന്ധമുള്ളത്? നീ ഇപ്പൊ എന്ത് തന്നെ വിചാരിച്ചാലും അതെന്നെ ബാധിക്കുന്ന കാര്യമല്ല. എന്റെ മുന്നിൽ ഇപ്പൊ അനികയെ രക്ഷിക്കാന്നുള്ള ചിന്ത മാത്രമേ ഉള്ളൂ. ഡോക്ടർ, ദയവായി ബ്ലഡ് ട്രാൻസ്ഫ്യൂഷനുള്ള പ്രൊസീജിയേഴ്സ് എല്ലാം സ്റ്റാർട്ട് ചെയ്തോളൂ. കം വിത്ത് മീ. ഇനിയിപ്പോ ആ പെങ്കൊച്ചിന്റെയും അമരേട്ടന്റെയും ബ്ലഡ് ഗ്രൂപ്പ് എങ്ങാനും സെയിം ആണെങ്കിൽ, അതായത് ഞാൻ പറഞ്ഞു വരുന്നത്, ഇനി ഈ പെങ്കൊച്ചു തന്നെ ആയിരിക്കും ചേട്ടന്റെ കാണാതായ മകള്. എന്താ? ഒരിക്കലും ഇല്ല. ഒരു പക്ഷെ അങ്ങനെ സംഭവിച്ചാ അതൊരു വലിയ പ്രശ്നമാവും അനുജ്. സ്വന്തം മോളുടെ ജീവൻ അപകടത്തിലാണെന്ന് അമർ അറിഞ്ഞാ പിന്നെ അയാൾ നമ്മളെ ഒരിക്കലും വെറുതെ വിടില്ല. അത് മാത്രമല്ല, അച്ഛനെ നമുക്ക് പ്രോപ്പർട്ടിയുടെ ഷെയറോ കാശോ തരില്ല. ഇല്ല 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 ഇല്ല, അങ്ങനെയൊന്നും സംഭവിക്കാൻ ചാൻസ് ഇല്ല. ഐ വിൽ ടേക്ക് കെയർ ഓഫ് ഇറ്റ്. പക്ഷെ ഇപ്പോ എങ്ങനെ അത് മനസ്സിലാക്കാൻ പറ്റും അത് അയാളുടെ മോളാണ്? നഴ്സ്, സർ, ഒരു കാര്യം കേട്ടത് ശരിയാണെന്നറിയാനാ. അമരേട്ടന്റെയും പിന്നെ ആ പെങ്കൊച്ചിന്റെയും ബ്ലഡ് ഗ്രൂപ്പ് മാച്ച് ആയോ? അതെ സർ. ബ്ലഡ് ഗ്രൂപ്പ് മാത്രമല്ല, DNA മാച്ച് ആയിരിക്കുക. ആ കുട്ടി അദ്ദേഹത്തിന്റെ മകളാണ്.